നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള BJPയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച വാഗ്മിയും അതുപോലെ തന്നെ BJPയുടെ മുഖവുമായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി ഇപ്പോഴും സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് ഏറെ ചർച്ച ചെയ്ത ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഡെയിലി മലയാളി ന്യൂസിനോടൊപ്പം അദ്ദേഹത്തെ നമുക്ക് അല്പസമയം സ്വാഗതം ചെയ്യാം. ഗോവേട്ട നമസ്കാരം. നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അത് രണ്ട് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു, ഇതിലൊരു BJPക്കാരനെതിരെ 2 കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു. അപ്പോൾ നമുക്ക് വിജയ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഡെയിലി മലയാളത്തിൻ്റെ ഈ ചോദ്യം കാലിക പ്രസക്തമാണ്. കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ എഡിറ്റർമാർ മാത്രം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്വകാര്യമായിട്ടുള്ള ചിന്തകൾ പങ്കുവെക്കുന്ന ചില വേദികൾ, ഇങ്ങനെ എല്ലായിടത്തും നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. പക്ഷേ പ്രവർത്തകൻ, BJPയുടെ സംസ്ഥാന ചുമതലപ്പെട്ട പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വളരെ സുനിശ്ചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്, BJP ചരിത്രത്തിലാദ്യമായി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. C. കൃഷ്ണകുമാർ അവിടെ MLA ആയിട്ട് നാളെ ഈ നേരത്ത് BJPയുടെ പ്രവർത്തകർ ആഹ്ലാദത്തോടെ BJPയുടെ വിജയത്തെ നെഞ്ചിലേറ്റുന്ന ദിവസവും സമയവുമായിരിക്കും. ഒരു സംശയവുമില്ല കാര്യത്തിൽ. കണക്കുകൾ 2-2 4 ആ കണക്കുകൾക്ക് ഒരിക്കലും പിഴവ് സംഭവിക്കില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ 2-2 4 ആവണമെന്നില്ല. 2-2 രാഷ്ട്രീയത്തിൽ 4 ആകും എന്ന് ചിന്തിക്കുന്നവരാണ് BJP ജയിക്കില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും 2-2 4 അല്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചില അടിയൊഴുക്കുകൾ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ അടിയൊഴുക്കുകൾ. ആ അത്ഭുതകരമായ അടിയൊഴുക്കുകൾ പ്രവചിക്കാൻ പറ്റാത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലും കോൺഗ്രസിനുള്ളിലും അടിയൊഴുക്കുകൾക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ BJP ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് മാറിയപ്പോൾ അതൊരു BJP അന്തരീക്ഷം പാലക്കാട് ഉടലെടുത്തിട്ടുണ്ട്. പല കാരണങ്ങളും അതിനകത്തുണ്ട്. തുടക്കത്തിൽ BJP സംഘടിതമായി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടിയിട്ട് എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രവർത്തനമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കതിൻ്റെ കൃത്യമായിട്ട് അറിയില്ല, കാരണം ഞാൻ ആ തുടക്കത്തിലവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കും എല്ലാവർക്കും വിജയം സുനിശ്ചിതമാക്കണം, വിജയം നേടണം. ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വർഗീയ പ്രീണനത്തിനെതിരെ, മതഭീകരവാദികളുമായി സഖ്യം ചേരുന്നതിനെതിരെ, വികസനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ, അതിനേക്കാൾ ഉപരി ഈ ഇടതും വലുതും ചേർന്ന് RSSനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാം, BJP അങ്ങോട്ട് തകർക്കാം എന്നുള്ള ഒരുതരം ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ചില കുത്തിത്തിരിപ്പുകൾ അവർ നടത്തി. ആ കുത്തിത്തിരിപ്പുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമാണ് BJP സംഘപരിവാർ പ്രസ്ഥാനം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രതിരോധത്തിലും പ്രതിഷേധത്തിലും ആ കോട്ടയുടെ മുമ്പിൽ കോൺഗ്രസും CPMഉം അടിപതറി. അതുകൊണ്ട് വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. BJP വിജയിക്കും. താങ്കൾ ഈ പറഞ്ഞത് കഴിഞ്ഞ തവണ മെട്രോമാൻ മത്സരിച്ച സമയത്ത് വെറും 4000-ൽ ചില്ലുവാന വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിനെ സാമുദായികമായിട്ടുള്ള ചില മാറ്റങ്ങൾ
പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കാനുള്ളൊരു സാധ്യത ഈ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ 100% കൃഷ്ണകുമാർ ജയിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തം. അതാണോ താങ്കൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതുമാത്രമല്ല, നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളെ മാത്രം എന്തിനാണ് കാണുന്നത്? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സ്പ്ലിറ്റാവും, അതുകൊണ്ട് BJP ജയിക്കും. അപ്പോൾ BJP ജയിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സ്പ്ലിറ്റാവണം എന്നൊരു സന്ദേശം വരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. BJP ജയിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിൻ്റെയും എല്ലാം വോട്ടോട് കൂടിയിട്ടാണ്. പാലക്കാട് എത്ര കാലമായി ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്നത് കാര്യം? പാലക്കാടിന് എന്ത് വികസനം? പാലക്കാട് മാത്രമല്ല, കേരളത്തിന് എന്ത് വികസനം? കൃഷ്ണകുമാർ ജയിച്ചാലുണ്ടാകുന്ന പാലക്കാടിൻ്റെ വികസനം സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ അത് ചിന്തിക്കുന്ന ന്യൂനപക്ഷക്കാരും ഭൂരിപക്ഷക്കാരും BJP വോട്ട് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ BJPയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സന്ദീപ് വാര്യർ അത് പാർട്ടി വിടാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ ദോഷം ചെയ്യുമോ? എന്താണ് ഒരു സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലുള്ള അങ്ങയുടെ ഒരു വിലയിരുത്തൽ? സന്ദീപ് വാര്യർ പാർട്ടിയിൽ ഉണ്ടായാലും സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയാലും ഒരു ഗുണമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സന്ദീപ് വാര്യർ താമസിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലല്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ വെളിയിൽ പോയാൽ അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും, അമ്മ മരിച്ചു, അച്ഛൻ്റെയും ഭാര്യയുടെയും വോട്ട്, ഭാര്യയും സ്ഥലത്തില്ലാന്ന് തോന്നണം, അച്ഛൻ്റെയും അയാളുടെ വീട്ടുകാരുടെയും വോട്ട് BJPക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് വേണമെങ്കിൽ കരുതാമായിരുന്നു. പക്ഷേ അയാൾ ആ മണ്ഡലത്തിലല്ല. എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പോയാൽ അയാളുടെ വീട്ടിലെ വോട്ട് മാക്സിമം പോവും. അതിനപ്പുറത്തൊന്നും ഒരു ചലനം ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റില്ല. അപ്പോൾ അയാൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അയാൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു, വലിയ മാറ്റമൊന്നും അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അയാൾ അതിനുള്ള, അതായത് ഒരു വല്ലാത്ത പാലക്കാടിലെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിലോ അല്ലെങ്കിൽ അയാളുടെ വിഹാര കേന്ദ്രങ്ങളിലെ സംഘടനാ പ്രവർത്തകരുടെ ഇടയിലോ ഒന്നും വലിയ സ്വാധീനം അയാൾക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സംഘടന, BJP എന്ന് പറയുന്ന ഒരു സംഘടന ഒരു വ്യക്തിയെ കണ്ടിട്ടല്ലല്ലോ. നാളെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കില്ല. എൻ്റെ വീട്ടുകാർ പോലും എൻ്റെ കൂടെ വരില്ല. കെ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ വേറൊരു പാർട്ടി പോയി ചേർന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം ഈ പാർട്ടിയുടെ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു സംഘപരിവാർ പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ RSS എന്ന 3 അക്ഷരത്തിൻ്റെ കൊടയുടെ കീഴിൽ തായ്വേരായിട്ട് RSS ആണ്. ആ തായ്വേരിൽ മുളച്ചു പൊങ്ങുന്ന തളിരുകളാണ് ബാക്കി പ്രസ്ഥാനങ്ങൾ. ഈ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തിയത് തിരിച്ചടിയാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അവരിത് പലതവണയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാറുമുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ ഉള്ളിൽ പോലും ചർച്ചയാകാത്തൊരു സബ്ജക്റ്റ്, കടുത്ത വർഗീയവാദിയായിട്ടുള്ള സന്ദീപ് വാര്യർ ഈ പറയുന്ന ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്യണം, അതുപോലെ തന്നെ ഹലാൽ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു വസ്തുത എന്താണ് സത്യത്തിൽ? നിങ്ങൾ ഈ സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് എന്തിനാ ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? സന്ദീപ് വാര്യർ ഈസ് എൻ ഇമ്മറ്റീരിയൽ ഫാക്ട് ഇൻ BJP പൊളിറ്റിക്സ്. പിന്നെ സന്ദീപ് വാര്യർ ഒരു യൂഫോറിയ ഉണ്ടാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതെന്താ കാരണം? അതിന് കാരണം BJPയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്പ്ലിറ്റ്, അല്ലെങ്കിൽ BJPയുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ BJPക്ക് വിരുദ്ധരായി വെളിയിലേക്ക് വരുന്ന സംഭവം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ വരുന്നു, അപ്പോൾ അതിനെ വലിയൊരു എഫക്റ്റ് ആക്കിയിട്ട് BJPയിൽ സ്പ്ലിറ്റ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചത്. അതൊക്കെ 20-ാം തീയതിക്ക് ഇന്നലത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇനി സന്ദീപ് വാര്യരൊന്നും മാത്രമല്ല ഒരു ഫാക്ടറായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ എടുക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചാലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ പിന്നിൽ ഒരു അധോലോകമുണ്ട്. ആ അധോലോകം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ സ്പോൺസർ ചെയ്യുന്നവരല്ല. ഇപ്പോൾ BJPയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള
രാജ്യത്തിൻ്റെ ശിഥിലീകരണം ആഗ്രഹിക്കുന്ന അധമ വിഘടനവാദികൾ ഇപ്പം സന്ദീപ് വാര്യർ പിന്നിലുണ്ട്. അവരുമായിട്ട് സന്ദീപ് വാര്യർക്ക് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില രേഖകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ രേഖകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇയാൾ വിദേശത്ത് പോയിരുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. കടുത്ത ഒരു മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് പല സമയത്തും ഈ ചാനൽ ഇൻ്റർവ്യൂകളിൽ സന്ദീപ് വാര്യർ സംസാരിക്കാറുണ്ട്. ഞാൻ പോലും അയാളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും വികാരഭരിതനായി ഇത്രയും വിക്ഷുബ്ധതയോടുകൂടി സംസാരിക്കുന്നത് എന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഹലാലിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ഹലാലിന് അനുകൂലമായി അദ്ദേഹം നിലപാടെടുത്തു. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളും വാസ്തവത്തിൽ ഒരു ബി ജെ പിക്കാരന് ചിന്തിക്കാൻ കഴിയാത്ത ചില രേഖകളുമാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനും ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വർഷത്തോളം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയായിരുന്നു സംഘടനാ പ്രവർത്തകർ. അപ്പോൾ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ചോദിച്ചിട്ടും അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഇതുവരെയായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പത്രസമ്മേളനം നടക്കുന്നതിനിടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വർഷക്കാലം സന്ദീപ് വാര്യരെ സംഘടനയിൽ നിന്നും മാറ്റി നിർത്തി. അതെന്തിനായിരുന്നു എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യദ്രോഹികളുമായിട്ടുള്ള ഒരു കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇതറിഞ്ഞിട്ട് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത് അങ്ങനെയുള്ളൊരു സംഭവമാണോ ഇത് മുമ്പോട്ട് പോകുന്നത്? സംസ്ഥാന അധ്യക്ഷൻ വിശദമാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. അദ്ദേഹം വിശദമാക്കാത്തൊരു കാര്യം ഞാൻ വിശദമാക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യം താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് സംസ്ഥാന അധ്യക്ഷൻ്റെ ഉത്തരമാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ വേറൊരു പ്രതലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. ഈ ഹലാൽ വിഷയത്തിൽ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ SDPI ഈ മതഭീകരവാദികൾ കേരളത്തിൽ ഫണ്ട് കൂടുതൽ ഇറക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. അതൊന്ന് ഹോട്ടൽ വ്യവസായമാണ്. കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വളരെ പെട്ടെന്നാണ് ഈ ഹലാൽ വന്നത്. ഹലാൽ പറ്റില്ല അല്ലെങ്കിൽ ഹലാലിനെതിരായിട്ടുള്ള ഒരു വിഷയം വന്ന ഉടനെ തന്നെ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഹലാൽ ബോർഡുകൾ മാറിയെങ്കിലും ഹോട്ടലിൻ്റെ ബോർഡുകളുടെ കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് മഞ്ഞയും കറുപ്പുമായിട്ടുണ്ട്. ശ്രദ്ധിച്ചറിയാം. ഈ മഞ്ഞയും കറുപ്പുമുള്ളതെല്ലാം പഴയ ഹലാൽ ഹോട്ടലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ ഈ വിഘടനവാദികളുമായി ഈ മതമൗലികവാദികളുമായി ഈ ഇന്ത്യ ബ്രേക്കിംഗ് ഫോഴ്സുമായി ബന്ധപ്പെട്ടവരുടെയാണ്. അവർ ടൗണുകൾ കേന്ദ്രീകരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒന്നിച്ചു വരും. അങ്ങനെയാണ് ലുലുവിൽ നമുക്കറിയാം ആലപ്പുഴയുമായി ബന്ധപ്പെട്ട അർദ്ധരാത്രിയിൽ ഒരു വലിയ സംഖ്യ ഒരുമിച്ച് വന്നു. ഈ NDFൻ്റെ ആൾക്കാർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഹലാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് സന്ദീപ് വാര്യർ വിരുദ്ധമായ നിലപാടെടുത്തു? കാശ്മീരിൻ്റെ വിഷയത്തിൽ കാശ്മീരിലെ മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലണമെന്ന് പറഞ്ഞ ആളാണ്. കാശ്മീർ അടക്കമുള്ള മറ്റു പല കാര്യങ്ങളിലും അയാൾ എടുത്ത നിലപാട് ഡിഫറൻ്റാണ്. കേരളത്തിലെ മുസ്ലിം ലീഗിനെ തന്നെ വളരെ ശക്തമായി ആക്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഹലാൽ വിഷയത്തിൽ അയാൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സമീപനം എടുത്തു? ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്. അപ്പം അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഈ പോപ്പുലർ ഫ്രണ്ട് ഈ ഹോട്ടൽ വ്യവസായത്തിൽ പണമിറക്കിയിട്ടുള്ള മുതലാളിമാർ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് വിഘടനവാദത്തിന് വേണ്ടി, ബ്രേക്കിംഗ് ഫോഴ്സിന് വേണ്ടി, ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി, സംഘപരിവാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ഈ ഹിന്ദുത്വത്തെ തകർക്കാൻ വേണ്ടി ഫണ്ടിറക്കുന്ന മുതലാളിമാർ, ആ മുതലാളിമാരുമായിട്ട് സന്ദീപ് വാര്യർക്ക് പേഴ്സണൽ ബന്ധമുണ്ട്.
അങ്ങനെയാണെങ്കിൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഇരുന്നുകൊണ്ട് സന്ദീപ് വാര്യരെ സംഘപരിവാറിൻ്റെ ഒരു നേതാവിനെ വിലക്കെടുത്തു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം? അല്ല, ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് സംഘപരിവാർ BJP നേതൃത്വം കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം അദ്ദേഹത്തെ മാറ്റി നിർത്താനും കാരണമായിട്ടുണ്ടാവുക. എനിക്ക് കൂടുതൽ പറയാനാവില്ല. ഇതെല്ലാം തന്നെ എനിക്ക് കിട്ടിയുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലും ചില രഹസ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. ശരിയാണോ തെറ്റാണോ കൂടുതൽ അന്വേഷണം പത്രക്കാരല്ലേ, നിങ്ങൾ അന്വേഷിക്കൂ. എനിക്കത് മുഴുവൻ കൃത്യമായി പറയാൻ കഴിയില്ല. ശരി, ഒരുപക്ഷെ സന്ദീപ് വാര്യർ പോയത് ഒരു വളരെ കുറച്ചെങ്കിലും ഒരു വോട്ട് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേരിലും ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ താങ്കളുടെ പേരിലും ഒരുപക്ഷെ ആരോപണം വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല വിഷയവും അതുപോലെ തന്നെ വാവരസ്വാമിയെയും വഖഫ് ബോർഡിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവാദ പ്രസ്താവന നടത്തിയ സംഭവം ഈ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. അത് നേരിയ തോതിലെങ്കിലും ഒരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരു വളരെ വികാരപരമായി എത്തിയ ഒരു സബ്ജക്റ്റ് കൂടിയാണത്. ശബരിമല അയ്യപ്പനും വാവരും അവർ തമ്മിലുള്ളൊരു വൈരുദ്ധ്യം അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഇന്ന് വാവരിയ്ക്കുന്ന സ്ഥലം, ആ സ്ഥലം അവിടെ വാവര് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയാണല്ലോ. അതിൽ സംശയമുണ്ടോ? സംശയമില്ല. നാളെ അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ സ്ഥലം വഖഫിന് കൊടുത്തു, ഞാൻ ഇരിക്കുന്നത് വഖഫിന് ഞാൻ ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ നാളെ വഖഫിനുള്ള ഒരാളല്ലേ വന്നിരിക്കുക. അപ്പോൾ ആ ഭൂമി, ശബരിമലയുടെ ഭൂമി വഖഫിൻ്റേതായി മാറില്ലേ? അങ്ങനെ ഞാൻ ഇപ്പോൾ മുഴുവൻ പറയട്ടെ. നിങ്ങൾ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ദാനം, അള്ളാഹുവിന് സമർപ്പിക്കുന്നത്. മുസ്ലിം ഭൂമി, മുസ്ലിമിൻ്റെ കയ്യിലുള്ളൊരു ഭൂമി നാട്ടിലെ ജനങ്ങളിപ്പം പൈസ കൊടുത്ത് മേടിക്കുമോ? നാട്ടിലെ ജനങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ പറയണം ഞങ്ങളിത് വഖഫിന് എഴുതി വെച്ചെന്ന്. വഖഫ് അങ്ങ് പറഞ്ഞാൽ എഴുതി വെക്കണ്ടല്ലോ, ബൈ യൂസർ ബൈ വേർഡ്സ്, അത് വഖഫാവൂലേ? ഡോക്യുമെൻ്റ് വേണ്ട. ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, മുനമ്പത്തിലെ ജനങ്ങളുടെ കയ്യിലൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട്. ഫറൂഖ് കോളേജ് ഡോക്യുമെൻ്റ് എഴുതി കൊടുത്തിട്ടുമുണ്ട്. ഫറൂഖ് കോളേജ് പൈസ മേടിച്ച് മുനമ്പത്തെ ആൾക്കാർക്ക് ഭൂമി കൊടുത്തത്. പക്ഷെ അതിനു മുമ്പ് സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുക്കുന്നതിന് മുമ്പ് ഇത് വഖഫിലേക്ക് പോകണം എന്ന് പറഞ്ഞു എന്നാണ്, അല്ലാതെ എഴുതി വെച്ചിട്ടില്ല. ദർ ഇസ് നോ ഡോക്യുമെൻ്റ്, രേഖകളൊന്നുമില്ല. അപ്പം ഈ വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിന് ഞാൻ എൻ്റെ ഭൂമി കൊടുത്തു എന്ന് ഒരാൾ എപ്പോൾ പറഞ്ഞാലും ആ പറഞ്ഞതിൻ്റെ മുകളിലുള്ള അവകാശവാദവുമായിട്ട് വഖഫ് വന്നാൽ അതിന് നിയമസാധുതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സിവിൽ കോടതിയിലല്ല, അത് വഖഫ് ട്രിബ്യൂണലിലാണ്. വഖഫ് ട്രിബ്യൂണലിൽ ആരാ ഉള്ളത്? വഖഫ് ട്രിബ്യൂണലിൽ ഇതുമായി താല്പര്യമുള്ള ആളുകളാണ്. ഞാൻ ആ രീതിയിൽ അങ്ങനെ പറയുന്നില്ല. ഈ ഭൂമി ആരുടെയൊക്കെയാണോ എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് വഖഫ് ട്രിബ്യൂണലിലുള്ളത്. സ്വാഭാവികമായിട്ടും ആ ട്രിബ്യൂണൽ വഖഫിലേക്ക് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറയും. അപ്പോൾ ശബരിമല നാളെ അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള സ്ഥലം മുഴുവനും വഖഫിൻ്റെ ആണെന്നാണ് ഇപ്പോൾ പറയണേ. ഇപ്പോൾ പാലക്കാട് മധുര മീനാക്ഷി ക്ഷേത്രം, തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ക്ഷേത്രം, ഇതൊക്കെ വഖഫിൻ്റെ ആണെന്നാണ് പറയണേ ഇപ്പോൾ അവകാശവാദം. വഖഫ് ഉണ്ടായതെന്നാ? ഈ വഖഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എത്ര വർഷമായി? മധുര മീനാക്ഷി ക്ഷേത്രവും തഞ്ചാവൂരിലെ ക്ഷേത്രവും ഉണ്ടായിട്ട് എത്ര വർഷമായി? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ക്ഷേത്രവും ക്ഷേത്രഭൂമിയും ഈ 2010 അല്ലെങ്കിൽ ഒരു 10ാം നൂറ്റാണ്ടിലോ ഉണ്ടായ വഖഫുമായി ബന്ധപ്പെട്ടിട്ടാണോ നിലനിൽക്കുന്നത്? ഇതൊക്കെ തോന്നിവാസമല്ലേ? ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്, ഇത് തോന്നിവാസമാണ്. അപ്പോൾ ശബരിമലയും നാളെ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ വാവര് നടയെന്ന് അദ്ദേഹത്തെ മാറ്റണം, ഒഴിപ്പിക്കണം. ആ കർക്കശമായിട്ട് പറയാണ്, വാവര് നടയെന്ന് വാവരെ ഒഴിപ്പിക്കണം. വാവര് പള്ളി പോയിരുന്നോട്ടെ, അവിടെ അയ്യപ്പന്മാർ പൊക്കോട്ടെ. എന്തിനാ ശബരിമലയുടെ മുകളിൽ വാവര് പോയിരിക്കുന്നത്? വാവരും ശബരിമല അയ്യപ്പനും തമ്മിൽ വലിയ ബന്ധമാണ്. ബന്ധമൊക്കെ ഉണ്ടെന്ന്
ആ ബന്ധം ഉണ്ടായിക്കോട്ടെ. വാവരെ കാണാനല്ല മലയിൽ പോണേ, അയ്യപ്പനെ കാണാനാ. ശബരിമലയിലുള്ള ഒരു മതസാമുദായിക ഐക്യം എന്തിനാന്ന് ഞാൻ ചോദിക്കണേ മിസ്റ്റർ, ഈ ശബരിമല എന്തിനാ ഈ മതസൗഹൃദം? ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാലും തത്വമസിയാണ്, അഹം ബ്രഹ്മാസ്മി, തത്വമസിയാണ്. അവിടെ എന്തിനാ മതസൗഹൃദം? എന്ത് മതസൗഹൃദം? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വേളാങ്കണ്ണിയിൽ അല്ലെങ്കിൽ മെക്കയിൽ നമുക്ക് മതസൗഹൃദം ഉണ്ടാക്കാം. വേണ്ട, ചേരമാൻ പെരുമാൾ നമുക്ക് കൊടുങ്ങല്ലൂർ ചേരമാൻ ചേരമാൻ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയിൽ നമുക്കൊരു മതസൗഹൃദം ഉണ്ടാക്കാം. സമ്മതിക്കോ? അവിടെ നമുക്ക് ഒരു അയ്യപ്പന് ക്ഷേത്രം വെക്കാം. മൂപ്പര് മറ്റേ അയ്യപ്പൻ ഈ ഭയങ്കര ബന്ധമാണല്ലോ അവരായിട്ട്, ചേരമാൻ പള്ളിയിൽ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം വെക്കാം. സമ്മതിക്കോ? ഈ മതസൗഹൃദം എന്ന് പറയുന്നത് ഇരുമ്പൊലക്കയല്ല, അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുന്നതല്ല, അതൊക്കെ എല്ലാവരും തമ്മിൽ ബന്ധപ്പെടുന്നതാണ്. ഈ ബന്ധം ഇപ്പുറത്തില്ല, ഒരു ആൾക്കാർ മാത്രം സഫർ ചെയ്യണമെന്നതിന്. അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് ശബരിമല ഇന്നത്തെ പൊസിഷനിൽ അപകടമാണ്. ഇന്നത്തെ പൊസിഷനിൽ നിങ്ങളീ പറഞ്ഞത് മറ്റേ ഈ രാജഭരണം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പാട്ടക്കരാറും അതൊന്നും വഖഫിന് ബാധകമല്ലാതെ, ന്യൂനപക്ഷ റൈറ്റുമായി ബന്ധപ്പെട്ട് വഖഫിന് ഇതൊന്നും ബാധകമല്ല. ഈ ശബരിമല സമരം, ശബരിമല ആചാര സംബന്ധമായിട്ടുള്ള വലിയ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ നടന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തെടുത്തത് ആ ഒരു പറഞ്ഞാൽ ഒരു സാമുദായിക ലാഭം, ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുത്തത് ഒരുപക്ഷെ കോൺഗ്രസിനെ. പക്ഷേ BJP അതിൻ്റെ തൊട്ടും മോശമല്ല, കാരണം വലിയൊരു ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് ആ ഒരു ഗണ്യമായ വോട്ട് വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച പോലെ തന്നെ BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമാണോ ഈ മുൻപത്തെ വിഷയം? രണ്ടും രണ്ടായിട്ട് കാണണം. ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ, ഹിന്ദു വികാരങ്ങളും വിചാരങ്ങളും ആചാരങ്ങളും സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാനാണ് ശബരിമല വിഷയം. അതിലൊക്കെ ഈ രാഷ്ട്രീയം കലർത്തി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി, ഇതൊക്കെ ഒരു കച്ചവട രാഷ്ട്രീയക്കാരുടെ ഭാഷയാണ്. എനിക്ക് ആ കച്ചവട രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാം രാഷ്ട്രീയം, ഈ എല്ലാം രാഷ്ട്രീയമാണെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം രാഷ്ട്രീയമല്ല. അങ്ങനെ എല്ലാം ചിരിക്കുന്നത് പോലും രാഷ്ട്രീയം, കരയുന്നത് പോലും രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇടതുപക്ഷക്കാരനായ ചിരിക്കാം, ഇടതുപക്ഷക്കാർ മാത്രം. ഒരു BJPക്കാരന് ഇടതുപക്ഷക്കാരനോട് ചിരിക്കാൻ പാടില്ല. ഇടതുപക്ഷക്കാരൻ BJPയോട് ചിരിച്ച പ്രശ്നമാണ്. ADGP RSSൻ്റെ ആളുകളൊന്ന് കണ്ട അപ്പോൾ പ്രശ്നമാണ്. ഇതെന്ത് സാമാന്യ മര്യാദയ്ക്ക് ലംഘിക്കുന്നതല്ലേ? ശബരിമല വിഷയം ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പൊളിറ്റിക്കലായിട്ട് BJPയുടെ ഒപ്പം ആളുകൾ വരികയും BJPക്ക് കൂടുതൽ വോട്ടുകൾ അതുകൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, BJP അതൊരു ഇഷ്യൂ ആക്കി എടുത്തു. നാമജപമായിട്ട് തെരുവിലിറങ്ങി സംഘപരിവാർ. സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുരണങ്ങൾ പൊളിറ്റിക്സിലുണ്ടായി. അപ്പോൾ ആരാണ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കെൽപ്പ്? ആർക്കാണ് കെൽപ്പ്? ഗുസ്തി മത്സരത്തിൽ അല്പം ശേഷി കുറഞ്ഞ ഒരാളും അല്പം ശേഷി കൂടിയ ഒരാളും നല്ല ശേഷിയുള്ള ഒരുത്തനുമായിട്ട് ഗുസ്തി പിടിക്കാമെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്നവർ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് എന്തായാലും മറ്റയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ശേഷിയുള്ളവനെ നമുക്ക് സഹായിക്കാം എന്ന് പറയും. BJP കേരള രാഷ്ട്രീയത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. BJP ഒരു ചെറിയ പാർട്ടിയാണ്. BJP ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പോലെ ഒരു വലിയ പാർട്ടിയാണ് എന്നൊന്നും അവകാശവാദം ഉന്നയിക്കരുത്. BJP വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അന്നത്തെ വിഷയത്തിൽ സാമാന്യ ജനങ്ങൾ ഈ പിണറായിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അത് കോൺഗ്രസ്സിനുള്ള വോട്ടല്ല, അത് വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പിണറായി വിജയനോടുള്ള വിദ്വേഷത്തിൻ്റെ വോട്ടാണ്. അതെപ്പോൾ വേണേലും BJPയിലേക്കും വരും. ശരി, ഈ അല്ല, നിങ്ങൾ ചോദിച്ചത് തീർന്നില്ല. അപ്പോൾ അതിനെ വെച്ച് നിങ്ങൾ മുനമ്പത്തെ കമ്പയർ ചെയ്യരുത്. മുനമ്പം വിഷയം എന്ന് പറയുന്നത് ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒന്നും വിഷയമല്ല, അത് ജീവിതത്തിൻ്റെ വിഷയമാണ്. മുനമ്പത്തെ 606
സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഇവരേത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിങ്ങളെന്താ പറയണമെന്ന് വർഷങ്ങളായി ജീവിച്ചു വരുന്ന ആളുകൾ, വർഷങ്ങളായി അവനവൻ്റെ കിടപ്പാടത്തിൽ ജീവിച്ചു വരുന്ന കിടപ്പാടം, ആ കിടപ്പാടം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പൊക്കോണം, ഞങ്ങൾ വേറെ ഏതെങ്കിലും തരാം, അവിടെ പൊക്കോണം എന്ന് പറയുന്നത് മര്യാദയാണ്? അത് ഈ 606 കുടുംബത്തിന് മാത്രമല്ല, ഇന്ന് 606, നാളെ കേരളം മുഴുവൻ ഉണ്ടാവില്ലേ? അപ്പം നിത്യജീവിതത്തിലെ, ദൈനംദിന ജീവിതത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണത്. ആ പ്രശ്നമാണ് BJP അഡ്രസ്സ് ചെയ്യണത്. അല്ലാണ്ടത് കേവലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ വോട്ട് സമാഹരിക്കാനോ ഒന്നുമല്ല. UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ന്യൂനപക്ഷ ഈ പറയുന്ന ബോർഡുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുത്ത സമയമുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ ഇവർ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു എന്നുള്ളത് താങ്കൾ ഈ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. BJP കേരളത്തിൽ മൂന്നാം മുന്നണിയാണ്. ശരി, മൂന്നാം മുന്നണിയാണ്, ശക്തമായിട്ടുള്ള മുന്നണിയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ ശ്രീ അഡ്വക്കേറ്റ് V. ഗോപാലകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, ഇവരൊന്നും അല്ലാതെ BJPയുടെ സംസ്ഥാന മുഖങ്ങളായിട്ടുള്ള മറ്റു പല ആൾക്കാരെയും കാണാനില്ല. ഇവരെയൊക്കെ തഴയപ്പെടുന്നതായിട്ട് മാധ്യമങ്ങളിൽ ഇവരൊരു പ്രസ് മീറ്റ് വിളിക്കുന്നത് കാണുന്നില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണുന്നില്ല. അങ്ങനെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള തഴയപ്പെടൽ പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം MT രമേശും അതുപോലെ PK കൃഷ്ണദാസും ജോർജ് കുര്യനും മന്ത്രിയാവുന്നത് വരെ അടക്കം തലമുതിർന്ന നേതാക്കന്മാരെല്ലാം മീഡിയയിലുണ്ട്. പിന്നെ മീഡിയയിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ MT രമേശ് ചർച്ചയിൽ വരാറില്ല. വാസ്തവത്തിൽ ചർച്ചയിൽ വന്നാൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിലുള്ള വക്താക്കൾ ഏറ്റവും നന്നായി ശോഭിക്കുന്നത് അയാളാണ്. പക്ഷെ അയാൾക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ തഴയപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ എല്ലാ സംഘടനയിലും ഇന്ന സംഘടന എന്നല്ല, ചില കാലഘട്ടത്തിൽ ചില ആളുകളായിരിക്കും സംഘടനയിൽ നിയന്ത്രിക്കപ്പെടുക, സംഘടന മുന്നിലുണ്ടാവുക. അത് സംഘടനാ സമീപനം, ആ സമീപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. സന്ദീപ് വാര്യരുടെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുന്നതല്ല, സന്ദീപ് വാര്യരെ പോലുള്ള കൊലം കുത്തികൾക്ക് അവസരങ്ങൾ നൽകി പെട്ടെന്ന് ഒരു സംസ്ഥാന തലത്തിൽ ഒരു മുഖം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് സംഘടനയെ തള്ളിപ്പറഞ്ഞ് പോയി സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ. പക്ഷേ ഇത്രയും ഒരുപാട് വർഷങ്ങളായിട്ട് സംഘത്തിൻ്റെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നല്ല അടിത്തറയുള്ള ഇത്രയധികം പ്രവർത്തന പാരമ്പര്യം, BJPയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പല സാഹചര്യങ്ങളിലും പാർട്ടി പ്രതിരോധത്തിലായ സമയത്ത് അതിനെ ശക്തമായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ അതിനെ പ്രതിരോധം തീർത്ത് മാധ്യമങ്ങൾ നിന്നിട്ടുള്ള താങ്കളെ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഉള്ളിലുള്ള പല അനുഭവങ്ങളും ഇതേപോലെ പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ 1-2 കാര്യം അടർത്തി മാറ്റാം. ഒരാളുടെ ഉള്ളിൽ കയറി പരിശോധിക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ അമ്മയുടെ ഭൂമി RSSൻ്റെ ശാഖ നടത്താൻ കൊടുത്തു എന്നാണ് ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കേട്ടത് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകണേയുള്ളത്. എൻ്റെ അമ്മാവൻ RSSൻ്റെ പ്രചാരകനാണ്, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരാളില്ല. ഇതൊക്കെ നമ്മുടെ സംഘടനയിലുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അല്ലാതെ അതിൻ്റെ പിന്നാലെ പൊടിയാൾ പറഞ്ഞത് ശരിയാണോന്ന് അന്വേഷിക്കുമോ? ഇല്ലല്ലോ, അന്വേഷിക്കില്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ വക്കീലാണ്, എനിക്കെൻ്റെ ഉപജീവനം വക്കീൽ പണിയാണ്. ഈ പറഞ്ഞ പല ആൾക്കാരുടെ ഉപജീവനമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് നടന്ന് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പല ഗിമ്മിക്സും കൊണ്ടുവരേണ്ടി വരും. ഇല്ലാത്ത ഡിഗ്രി ഉണ്ടെന്ന് പറയേണ്ടി വരും, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയേണ്ടി വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സംഘടനാപരമായി തഴയപ്പെടലുണ്ട്. എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമാണ് പ്രധാനമന്ത്രി ആവണമെന്ന്. അതെൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ അവിടേക്ക് എത്താൻ എനിക്ക് സാഹചര്യം കൂടി ഒരുങ്ങണം. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പലതും, പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ
പലപ്പോഴും ഒരുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കാൻ ചില ആളുകൾ തയ്യാറായിട്ടില്ല. അതൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളങ്ങനെ ഈ ഈ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയേണ്ടതല്ല. അതൊക്കെ സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പിന്നെ സംഘടനയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ സംഘടന എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടല്ലേ. അപ്പോൾ എന്നെ ഇവിടം വരെ എത്തിച്ചത് എൻ്റെ സംഘടനയാണ്. എനിക്കതിൽ ചാരിതാർത്ഥ്യമുണ്ട്, അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. ഒരു തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ, തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം സംബന്ധിച്ച വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ വീണ്ടും വീണ്ടും അന്വേഷണങ്ങളായി. എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ VS സുനിൽകുമാറാണോ ഇതിൻ്റെ അകത്തൊരു പ്രധാന വിഷയക്കാരനായിട്ട്, അല്ലെങ്കിൽ പൂരം കലക്കാൻ നിന്നത്? എന്താണ് ശരിക്കും സത്യം? ഞാനിപ്പോൾ പൂരത്തിൻ്റെ വിഷയം സംസാരിക്കണമെങ്കിൽ നമുക്കിനി വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം. കാരണം വലിയ വിഷയമാണ്. ഞാനതിനെ ക്രക്സായിട്ട് പറയാം. 2016 സുനിൽകുമാർ ഇവിടെ മത്സരിച്ചു. 25 വർഷം കോൺഗ്രസ്സുകാർ നിലനിർത്തിയിരുന്ന ഒരു മണ്ഡലമാണ്. വാസ്തവത്തിൽ സുനിൽകുമാറിനെ ഇവിടേക്ക് വിട്ടത് അയാളെ തോൽപ്പിക്കാനാണ്. കാരണം കാനം രാജേന്ദ്രനുമായി സുകുമാർ ഈ സുനിൽകുമാർ നല്ല ടേംസിലായിരുന്നില്ല. ഇവിടെ വന്നാൽ അയാൾ തോക്കും എന്നുള്ളത് ഉറപ്പായിട്ടാണ് വിട്ടത്. വിടാതിരിക്കാൻ നിർവാഹവുമില്ല. 2ാം പ്രാവശ്യം അവർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇയാൾ MLA ആയിട്ട് ജയിച്ച ആളാണ് കൈപ്പൊങ്കലത്ത്. അപ്പോൾ ഇയാളിവിടെ വരുമ്പോൾ ഇയാൾക്ക് ചില ആളുകൾക്ക് ഭാഗ്യം ഉണ്ടാവുമല്ലോ. ഇയാളുടെ ഭാഗ്യം പോലെ തെരഞ്ഞെടുപ്പിന് ഈ തൃശ്ശൂർ പൂരത്തിന് ഏതാണ്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ കൊല്ലത്ത് കുറ്റിക്കടവോ അങ്ങനെ ഒന്ന് വലിയൊരു വെടിക്കെട്ട് അപകടമുണ്ടായി. പുറ്റിങ്കൽ. ആ വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിലെ സംഘപരിവാറിലെ ഒരു നേതാവ് പറഞ്ഞു, ക്ഷേത്രങ്ങളിൽ ഇനിയും കരിയും കരിമരുന്നും വേണ്ട. കരി എന്ന് പറഞ്ഞാൽ ആന, കരിമരുന്ന് ഞാൻ വെടിക്കെട്ട്. ആനയും വെടിക്കെട്ടില്ല, പിന്നെ എന്ത് പൂരം? തൃശ്ശൂർ പൂരം വേണ്ട, ആനയും കരിയും കരിമരുന്നും വേണ്ട എന്ന് BJP പറഞ്ഞു. BJP പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഇടതുപക്ഷം ആരംഭിച്ചു. അതിൽ ഈ സുനിൽകുമാറാണ് അത് ലീഡ് ചെയ്തത്. അയാൾ വീടുവിടാന്തരം കയറി ഈ ഘടകപൂരങ്ങളായി വരുന്ന 8 പൂരങ്ങളുടെ ദേവസ്വങ്ങളിലും പോയി. അങ്ങനെ BJPക്ക് വരേണ്ട അന്ന് വരെ ഈ ക്ഷേത്രത്തിൻ്റെ പൂരത്തിനും ക്ഷേത്രത്തിനും ആചാരത്തിനും വിശ്വാസത്തിനും നിലകൊണ്ട് BJP പ്രതിക്കൂട്ടിലായി. പൂരത്തിൻ്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു. ഒരു 10,000 വോട്ട് യാതൊരു അംശം. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് കിട്ടിയത് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചിട്ട് 25,000 വോട്ട്. ഒരു 30,000 വോട്ട് കിട്ടണ ഒരു 10,000 വോട്ട് പോയി. 2016 ഇയാൾ ജയിച്ചു. തൃശ്ശൂർ പൂരത്തിലെ പാർമക്കാവ് യുവജന വിഭാഗം ഇയാൾക്ക് സ്വീകരണം കൊടുത്തു. ഇയാളെ തൃശ്ശൂരിൽ മുഴുവൻ മാലയിട്ട് നടത്തിച്ചു. ഈ പാർമക്കാവ് അമ്പലത്തിൽ കയറാതെ റോട്ടിൽ നിന്ന മനുഷ്യനാണ് ഇയാളെ വിളിച്ച് ഉള്ളിൽ കയറ്റിയത് ഞാൻ വെളിയിലും ഇയാൾ ഉള്ളിലുമായി. ആ രക്ഷകനായി വന്നപ്പോൾ 2016 തൃശ്ശൂർ പൂരത്തിലെ രക്ഷകനായതുകൊണ്ടാണ് താൻ ജയിച്ചത് എന്ന് നല്ല ബോധ്യമുള്ള സുനിൽകുമാർ വീണ്ടും മത്സരിക്കുന്നത് എപ്പോഴാണ്? 2024 എവിടെ? തൃശ്ശൂർ. സുരേഷ് ഗോപിയേക്കാളേറെ ഞാൻ മുഴുവൻ പറയട്ടെ. 2016 ജയിച്ചു. പൂരത്തിൻ്റെ രക്ഷകനായി പൂരത്തിൻ്റെ വോട്ടിലാണ് ജയിച്ചത് സുനിൽകുമാറിനറിയാം. അപ്പം 2024 അയാൾ മത്സരിക്കുന്നു. ടൈറ്റാണ് ഗെയിം. സുരേഷ് ഗോപി ക്ഷേത്രങ്ങളുടെയും പൂരങ്ങളുടെയും എല്ലാം സ്വന്തമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രചണ്ഡ ഭാവത്തിൽ നിൽക്കുകയാണ്. ഇതിനെ അടിക്കണം. അതിനെന്താ ചെയ്യുക? വീണ്ടും പൂരത്തിൽ ഇഷ്യൂ ഉണ്ടാവണം. പൂരത്തിൻ്റെ രക്ഷകനായിട്ട് ഇയാൾക്ക് വരണം. അതിനുവേണ്ടി ആസൂത്രണം ചെയ്തതാണ് പോലീസും കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ സുനിൽകുമാറും കൂടി മന്ത്രി രാജനുമുണ്ട് ആസൂത്രണം ചെയ്ത ഈ സംഭവം. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ നിർത്താം. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധമുള്ള ആളാണ്. രാവിലെ 7 മണിക്ക് കണിമംഗലം ശാസ്താവിനെ തടഞ്ഞു പോലീസ്. ആരാ പോയി തീർത്തത് പ്രശ്നം? സുനിൽകുമാർ. കണിമംഗലത്തിലെ ഇഷ്യൂ തീർത്തു സുനിൽകുമാർ. കണിമംഗലം ദേവസ്വം അതിന് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. സുനിൽകുമാർ തീർത്തു. മഠത്തിൽ വരവ് ഇഷ്യൂ, പോലീസ് ഇഷ്യൂ ഉണ്ടാക്കി. സുനിൽകുമാർ രംഗത്ത് വന്നു. അപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മഠത്തിൽ വരവ്. അപ്പോഴാണ് എനിക്കിത് നേരത്തെ അറിയാം. ഇവൻ ഈ പൂരത്തിൽ രക്ഷകനായി വന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനും ഇയാൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചത്. ഇവൻ്റെ സകല തരികടയും ഇവൻ്റെ സകല കള്ളത്തിലും അറിയുന്ന ആളാണ് ഞാൻ. എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്, അത് വേറെ വിഷയം. വ്യക്തിപരമായി നല്ല ആളാണ്, അത് വേറെ വിഷയം. പക്ഷെ പൊളിറ്റിക്കൽ ഗെയിംസ് കൂടുതലാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം.
ഇവരുടെ ASFനെ തോൽപ്പിച്ചതാണ് ഞാൻ കോളേജിൽ UEC ആയിട്ട്. എനിക്ക് ഇവൻ്റെ എല്ലാ ജാടയും അറിയാം. ഇവൻ ഇപ്രാവശ്യം രക്ഷകനായിട്ട് വരുമെന്നറിയാം. അവൻ നമ്മൾ അവൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ അവ ഇഷ്യൂ ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കി. ഇനി പറ്റാണ്ടായി. മഠത്തിൽ വരവിൽ പറ്റിയില്ല. എലഞ്ഞിത്ര മേളത്തിൽ ഇതേപോലത്തെ ഇഷ്യൂ ഉണ്ടായി പോലീസ്. അവിടെയും നമ്മൾ സ്ട്രോങ് ആയി നിന്നു. അപ്പോഴാണ് ഈ രാത്രി പൂരത്തിൽ ഇഷ്യൂ ഉണ്ടാക്കണേ. രാത്രി പൂരത്തിൽ എല്ലാവരും കിടന്ന് ഉറങ്ങല്ലേ. ഈ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കാണാൻ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ റോട്ടിൽ, ബാക്കി ആൾക്കാരൊക്കെ ഉറങ്ങാനും പിടിക്കാനും ഒക്കെ പോകുമല്ലോ. ഇവരാ സമയത്ത് ഇഷ്യൂ ഉണ്ടാക്കി. 12 മണിക്ക് സുനിൽകുമാറും രാജനും കൊച്ചിൻ ദേവസ്വം ബോർഡും പ്രസിഡൻറ്റും ശ്രീമൂലസ്ഥാനത്തുണ്ട്. എന്തുകൊണ്ടാണ് 11 മണിക്കുണ്ടായ വിഷയത്തിൽ ഇവരിടപെട്ട് സംസാരിച്ചില്ല? എന്തുകൊണ്ട് തീർത്തില്ല? കളക്ടർ തീർക്കാൻ പോയപ്പോൾ കളക്ടറെ തടഞ്ഞു ഇവർ. എന്തിന്? അവിടെ സുരേഷ് ഗോപി വന്നു, പ്രശ്നം പരിഹരിച്ചു. അപ്പം അതിൻ്റെ പിന്നിൽ ഇവർ രക്ഷകനാകാൻ നിന്ന് 2016 പോലെ 2024 പൂരത്തിൻ്റെ രക്ഷകനായി നിന്ന് ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചത് പൂരത്തിൻ്റെ അന്തകനായി അവർ മാറി. പോലീസ് അന്തകനാക്കി. പോലീസ് രക്ഷകനായി സുരേഷ് ഗോപി വന്നു, ഞങ്ങൾ കൊണ്ടുവന്നു. അതിലെന്ത് തെറ്റ്? നമ്മൾ രാഷ്ട്രീയത്തിനാണ് നിൽക്കണേ, നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് കിടക്കുന്നില്ല. പുതിയതായിട്ട് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന തൃശ്ശൂർ പൂരം, അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല, അതൊരു ദേശീയ തലത്തിൽ തന്നെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ നിരവധി വിദേശ സഞ്ചാരികൾ വരെ ആകർഷിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങളോടുകൂടി നടത്തപ്പെടുമെന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ഒരു പൂരം ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു പൂര സംഘാടകൻ എന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സംഘാടകൻ ആ ഒരു ഭാഗമായി നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? അല്ല, പൂരം അതിഗംഭീരമായി നടക്കും. എന്താണോ ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്തത് അതേപോലെ നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത് പൂരം നടത്താൻ ഉന്നത അധികാര സമിതി വേണം, അത് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുന്ന, അത് മനസ്സിരിക്കുള്ളൂ. കൊച്ചിൻ ദേവസ്വം ബോർഡിനൊന്നും തൊടിയിപ്പിക്കില്ല. ശക്തൻ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് തിരുവമ്പാടിയും പാറമക്കാവ് ദേവസ്വവും ഇത് നടത്തണമെന്നാണ്. അല്ലാണ്ട് കോർപ്പറേഷൻ ഇതിനകത്ത് വരണമെന്നോ ദേവസ്വം ബോർഡ് വരണമെന്നോ ഒന്നും ശക്തൻ തമ്പുരാൻ പറഞ്ഞിട്ടില്ല. ഇയാൾ ശക്തൻ തമ്പുരാൻ ആവാനും നിൽക്കണ്ട, ഇയാൾ കൊച്ചി രാജാവോ ആവാൻ നിൽക്കണ്ട. ഇയാളിപ്പോൾ ഔറംഗസീബ് കളിക്കാൻ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ്. അപ്പോൾ ഇയാൾ ഔറംഗസീബൊന്നും കളിക്കണ്ട. എന്താണോ ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്തത് ഇത്രയും കാലം നടന്നത് അതേപോലെ ഗംഭീരമായിട്ട് നടക്കും. അതിന് ഇവിടുത്തെ MP സുരേഷ് ഗോപി അദ്ദേഹം നേതൃത്വം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായി എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ നടക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് മാധ്യമങ്ങൾ വളരെ കൗതുകപൂർവ്വം കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു ഫുട്ബോൾ പ്ലെയറുടെ വേഷം ധരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്ന റിപ്പോർട്ടറിൻ്റെ കുടുംബവിശേഷമാണോ? അരുണാണ്. തീർച്ചയായിട്ടും അതിനാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് വ്യക്തിജീവിതം? ആർക്കും അറിയത്തില്ല. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന തീപ്പൊരി നേതാവിനെ ചാനൽ ചർച്ചകളിലൂടെ ആളുകളുടെ വായടപ്പിക്കുന്ന കത്തിക്കേറുന്ന BJPയുടെ മുഖത്തിനെ ആർക്കും അങ്ങനെ പരിചയമില്ല. എങ്ങനെയാണ്, എന്താണ് ഈ ഓഫീസ് അല്ലെങ്കിൽ ദിനചര്യകൾ, സ്വകാര്യ ജീവിതം? ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വളർന്ന ആളാണ്. കുടുംബപരമായി വലിയ മൂലധനമൊന്നുമില്ല. അച്ഛനും അമ്മയും ഞങ്ങളും. എൻ്റെ ജനനം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 3 വയസ്സുള്ളപ്പം തൃശ്ശൂർക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അച്ഛനുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ താമസം തുടങ്ങി. നിർഭാഗ്യവശാൽ അച്ഛന് ചില കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അച്ഛൻ സ്വയം ഭക്തിമാർഗത്തിലൂടെ പോയി. ഹിമാലയത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അച്ഛൻ പോയി. ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ സ്വയമായിട്ടുള്ള അധ്വാനം നടത്തി. നമ്മുടെ ഈ പത്രം ഉണ്ടല്ലോ, ഈ വീടുകളിൽ പത്രം ഇടുന്ന ഒരു പേപ്പർ ബോയിയായി എൻ്റെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പം ഞാൻ സ്വയം ഈ പത്രം ഇടാൻ പോയിട്ടാണ് വളർന്നത്. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷേ എനിക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ തേയില കച്ചവടം നടത്തി. ഈ ഹോട്ടലിലൊക്കെ തേയില കൊടുക്കും, വീടുകളിൽ തേയില കൊടുക്കും. അങ്ങനെ തേയില കച്ചവടം നടത്തി വലിയ പൈസ മാസത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ വീട്ടുകാരുടെ ജീവിതമൊക്കെ നോക്കാൻ പറ്റുന്ന തലത്തിൽ എനിക്ക് തേയില കച്ചവടം നടത്തി. ഞാൻ ശനി ഞായറും തേയില കച്ചവടം നടത്തും. ബാക്കിയുള്ള ദിവസം ഞാൻ കോളേജിൽ പോകും. പക്ഷേ ആ കോളേജിൽ ഞാൻ ABVPയുടെയും RSSൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു. വ്യക്തിജീവിതത്തിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാനൊരു RSS പ്രവർത്തകനായതുകൊണ്ടാണ്.
ഒരു RSS പ്രവർത്തകനായതുകൊണ്ടാണ് എൻ്റെ വ്യക്തി ജീവിതം പാളിപ്പോകാതിരുന്നത്. എൻ്റെ വീടും എൻ്റെ സംസ്കാരവും എൻ്റെ വിദ്യാഭ്യാസവും ഞാനും ആ രീതിയിൽ വളരാൻ എന്നെ പ്രേരിപ്പിച്ചതും ഒക്കെ സംഘമാണ്. പിന്നെ സംഘത്തിൻ്റെ തൃശ്ശൂർ കാര്യാലയത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. കാരണം എനിക്ക് സ്വന്തം വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യാലയത്തിൽ താമസിച്ച് കാര്യാലയത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം കേരളവർമ്മ കോളേജിലെ ഡിഗ്രി BA ഡിഗ്രി പരീക്ഷ എഴുതി വെളിയിൽ വന്ന സമയത്ത് തന്നെ RSS കാര്യാലയത്തിൽ വന്ന ഒരു സംഘപ്രവർത്തകൻ കൃഷ്ണകുമാർ, അയാൾ സിറ്റാഡൽ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഒരു മാനേജരാണ്. അയാൾ എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, ഗോപാലകൃഷ്ണന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ഞാൻ ചായപ്പൊടി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി തരാം, നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. അങ്ങനെ കോളേജിലെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് ഞാൻ ഏതാണ്ട് ഒരു 10,000 രൂപ, അന്നത്തെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഈ അലവൻസും ശമ്പളവും എല്ലാം കൂടി വലിയ ബോണസും എല്ലാം കൂടി വലിയ പൈസ കിട്ടും, ഇൻസെൻറ്റീവ് എല്ലാം. ഒരു 10,000-10,000 രൂപ 85-ലാണ് ഞാൻ പറയണേ. ഒരു 8,000-നും 10,000-നും ഇടയിൽ ശമ്പളമുള്ള ജോലി കിട്ടി എനിക്ക്, റെമഡിയ ഫാർമസ്യൂട്ടിക്കൽ. അവിടുന്ന് ഞാൻ കുറച്ചുകൂടി നല്ല കോപ്പറൻ ഫാർമസ്യൂട്ടിക്കലിൽ ജോലി എനിക്ക് കിട്ടി. കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചമുണ്ടായി. പക്ഷെ ഞാൻ അടങ്ങിയിരുന്നില്ല. അന്ന് ഒരേ ഒരു സംഘടനയുള്ളൂ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന്, അത് KMSR എന്നാണ് എൻ്റെ പേര്. അത് ലീഡ് ചെയ്യുന്നത് CPM ആണ്. ഞാൻ ആ CPMൻ്റെ സംഘടന പൊളിച്ച് അവിടെ BMSൻ്റെ യൂണിയൻ ഉണ്ടാക്കി. അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ഞാൻ. അതിൻ്റെ പേരുണ്ട് BMSR. അതെൻ്റെ സജഷനായിരുന്നു ആ പേര്, BMSR, ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ. CATന് നേതൃത്വം കൊടുത്തത് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷനാണ്. നമുക്കൊരു ഭാരതീയ വീക്ഷണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് ഇന്നത് വലിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് CK സജിനാരായണനാണ്, BMSൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്. അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ പ്രേരണ എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പുസ്തകങ്ങൾ എഴുതുന്നതും അന്നും ലേഖനം എഴുതാനും പുസ്തകം എഴുതാനും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പ്രേരണ കൂടി, ആ പ്രേരണയോടുകൂടി ഞാൻ വക്കീലായി. ഞാൻ വക്കീലായിട്ട് ഇന്ത്യൻ ലോ കോളേജിൽ പൂനെയിൽ പഠിക്കാൻ പോയി. അങ്ങനെ വക്കീലായി ഞാൻ എൻ്റെ വക്കീൽ കോട്ടിട്ട് പ്രൊഫഷൻ ആരംഭിക്കുന്ന സമയത്താണ് സംഘ പ്രവർത്തനത്തിലുണ്ടായിരുന്ന 1-2 ആളുകൾ എനിക്ക് വിവാഹം അന്വേഷിച്ചത്. ഒരു സംഘ കുടുംബത്തിലെ ഒരു പെൺകുട്ടി, ഞങ്ങൾ പരിചയപ്പെട്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വിവാഹം കഴിച്ചു. അവർ ഡോക്ടറാണ്. ഞാൻ ആ വിവാഹ ജീവിതത്തിൽ വളരെ സ്നേഹവും സംതൃപ്തിയോടുകൂടി 10-30 വർഷമായി. എനിക്ക് 2 മക്കളാണ്, 2 പേരും ഡോക്ടർമാരാണ്. ഇന്ന് ഞങ്ങൾക്ക് 3 ഹോസ്പിറ്റലുണ്ട്. എന്നാൽ അതേ സമയത്ത് ഒരു ദിവസം പോലും ഞാൻ എൻ്റെ പ്രൊഫഷൻ മുടങ്ങാറില്ല. കോടതിയിൽ നല്ല വർക്ക് എനിക്കുണ്ട്. സംതൃപ്തമായ ഒരു കുടുംബജീവിതമായിട്ട് പോകുന്നു. രാഷ്ട്രീയമുണ്ട്, എഴുത്തുണ്ട്, വായനയുണ്ട്, ഗെയിമുണ്ട്. അതിനിടയിൽ നിങ്ങൾ ചോദിച്ച ഫുട്ബോൾ, 1 മണിക്കൂർ ഞാൻ ഫുട്ബോൾ കളിക്കും ഒരു ദിവസം, എല്ലാ ദിവസവും. ഇന്ന് രാവിലെ കളിച്ചിട്ടാണ് വരുന്നത്. 7:30 to 8:30 ഞാൻ തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുണ്ടാവും. അവിടെ വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കൃത്യമായി രാവിലെ ഫുട്ബോൾ കളിക്കും. അത് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളുള്ളൂ. ശരി, അല്പസമയം ഡെയിലി മലയാളി ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് രാഷ്ട്രീയ വിശേഷങ്ങളും അതുപോലെ തന്നെ വ്യക്തി ജീവിത വിശേഷങ്ങളും പങ്കുവച്ചതിന് നല്ല തെളിഞ്ഞ നീല ജലാശയം പോലെ ഒഴുകി ഉന്നതിയിലെത്തട്ടെ പൊതുജീവിതം എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. ഡെയിലി മലയാളം ന്യൂസ് കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച് കേരളത്തിലെ ഒരു സാമൂഹിക ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ.